നമ്മളെ മാന്തിയാൽ ഒരു 2 മാസം തിരികെ കൊടുക്കും, വേറെ കുഴപ്പമില്ല. ഞാൻ എന്റെ ഫേസില് എന്റെ തല എന്റെ ഫുൾ ഫിഗർ സെൽഫ് ഒബ്സഷൻ ഉണ്ടാവും. കൊടുക്കത്തെ കോൺഫിഡൻസ്. സെബാസ്റ്റ്യൻ എന്ന് വിളിക്കുന്ന തെറി വിളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഗോഡ്സെ എന്നൊരു സിനിമ. നമ്മൾ പണ്ട് ചെയ്തു. ഗോഡ്സെ എൻ്റെ അമ്മ കൂടി കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നിനക്ക് ചെറുതായിട്ടെങ്കിലും ഒക്കെ അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയ അവന്റെ അവസാനമാണ്. ഇവന് ഞാനും കൂടെ പറയുന്ന 10-60 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ്. ഞാൻ പൊതുവെ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുന്ന ആളായതിന്റെ ഒരു അപകടമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററുകളിൽ 5-ാം തീയതി മുതലുണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ആട്ടം എന്ന ചിത്രം ഫെസ്റ്റിവലിലും അല്ലാതെയൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനുവരി 5-ന് ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. ചിത്രത്തിനെ കുറിച്ച് പറയാൻ സംവിധായകൻ ആനന്ദും നടനായിട്ടുള്ള വിനി ഫോട്ടോ ഉണ്ട്. സുബോത്ത്, വെൽക്കം ടു ദ ഷോ. ഈ സാംസങ് ഗാലക്സി നോട്ട് 2-ൽ ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് നടന്നിരുന്ന ആനന്ദ് അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ആയിരുന്ന ആളെങ്ങനെ ആനന്ദായി എന്നുള്ളത് വലിയൊരു സെബാസ്റ്റ്യൻ എന്ന് വിളിക്കുന്ന തെറി വിളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്ന. അത്രയും ചേഞ്ച് ഉണ്ടോ? ഇല്ല ഇല്ല, ആക്ച്വലി ആനന്ദ് എന്ന് പറയുന്നത് എന്റെ വീട്ടുകാരുടെ പേര്, എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് ആനന്ദ് എന്നാണ്. അപ്പൊ അതിൻ്റെ കൂടെ ഒരു ഏകർഷിയും കൂടെ പണ്ട് 10 വർഷം മുമ്പ് പേര് മാറ്റിയതാണ്. ആ സമയത്തല്ലേ ഈ നോട്ട് വെച്ചിട്ട് സാംസങ് നോട്ട് വെച്ചിട്ട് അതെ, അതൊരു നാഷണൽ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട്, ഐഡിയയുടെ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് അവരുടെ റൂളായിരുന്നു മൊബൈൽ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് അത് ചെയ്തത്. ഈ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഈ മൊബൈൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഭയങ്കര അധികം ഉണ്ട്. നമ്മൾ വിവിധ ബ്രാൻഡുകളുടെ ഫോൺ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ സ്മാർട്ട് ഫോൺ കൾച്ചർ അധികം ആയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ ലിമിറ്റേഷൻസിൽ നിന്നാണ് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുക. നമുക്കൊരു ക്യാമറ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ സൗണ്ട് ഇഷ്യൂസ് മെയിൻ ആയിട്ടുണ്ടാവും. സോ അതൊക്കെ എങ്ങനെ പിന്നീട് ഈ ഫീച്ചർ ഫിലിം ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രിവിലേജ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനെ പോസിറ്റീവ് ആക്കാവുന്ന ഒരു എനർജി എങ്ങനെയാണ്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ മൊബൈലിൽ നമ്മൾ 3 ഷോർട്ട് ഫിലിം അന്ന് ഷൂട്ട് ചെയ്തതും പിന്നെ മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ലിമിറ്റേഷൻസിലൂടെ നമ്മൾ ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ബഡ്ജറ്റിനെ കുറിച്ചും പ്രൊഡക്ഷൻ ഏറ്റവും പൈസയെക്കുറിച്ച് എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ പൈസ ചിലവാക്കണം എന്നുള്ളൊരു ധാരണ ഇതുകൊണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് പൈസയോടും ആ പൈസ മുടക്കുന്ന ആളോടും നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. അത് ഇതിൽ നിന്ന് പഠിച്ചാണ്. ഇപ്പോൾ വിനീഷേട്ടാ, ഈ 2024 റിലീസാണ്. സോ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ കേട്ടു സിനിമയെ കുറിച്ചിട്ട്. ഇനിയൊരു വലിയൊരു മാസ് റിലീസാണ്. സോ ഈ പറഞ്ഞ പോലെ ഇനീഷ്യലി വിനീഷേട്ടൻ പറഞ്ഞൊരു പോയിന്റാണ്, അതായത് മെജോറിറ്റി ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആയെന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു കിക്ക് തരുന്നത് എന്നുള്ളത്. ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമാണത്, പിന്നെ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട്? നമ്മൾ ഈ സിനിമയിലേക്ക് വന്ന് ഈ സിനിമയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ റിലീസിന് ലൈക്ക് സൂപ്പർ എക്സൈറ്റഡ്. 2024 ആദ്യത്തെ മലയാള സിനിമ റിലീസ് പോലെയുള്ള ഒരു റിലീസാണ്. അപ്പം അതിൻ്റെ സൂപ്പർ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ IFFK കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെ സിനിമ ഒരുപാട് ഫെസ്റ്റിവലിൽ ട്രാവൽ ചെയ്തു. ഇന്ത്യൻ മനോരമയുടെ ഓപ്പണിംഗ് സിനിമയൊക്കെ ആയിരുന്നു. അതൊന്നുമല്ല ഇവിടെ പ്രസക്തി. ഇപ്പം IFFKയിൽ നമ്മൾ മലയാളി ഓഡിയൻസിൻ്റെ ഒപ്പം പടം കണ്ടു. അപ്പോൾ സിനിമ തുടങ്ങി ഒരു 5-ാമത്തെ മിനിറ്റിൽ എന്തൊരു ചിരി തുടങ്ങിയിട്ട് സിനിമ അവസാനം വരെ ചിരി ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം പറയുന്ന പോലെ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിരുന്നു. സിനിമ ഉടനീളം കൈയടികളുണ്ടായി. സിനിമ കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡിങ് ഓവേഷൻ ഉണ്ടായി. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയുന്ന സിനിമ കണ്ട എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എനിക്ക് തോന്നുന്നു 1000 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ കൂടി വന്നിട്ട് എന്നോട് അത് ശരിയായില്ലായിരുന്നു, അതിങ്ങനെ ആക്കാമായിരുന്നു എന്നോട് പറഞ്ഞില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഈ പറയുന്ന മെജോറിറ്റിക്ക് എന്നല്ല, കണ്ട 100% ആളുകൾക്ക് സിനിമ വർക്കായി. അപ്പം അതിൻ്റെ അർത്ഥം ഈ തിയേറ്ററിൽ 100% വർക്കാവേണ്ട സിനിമയാണ്. അപ്പം അത് IFFK ആണ് ഞങ്ങൾക്ക് സൂപ്പർ ഹോപ്പ് തന്ന. മറ്റ് ഫെസ്റ്റിവലുകൾ 80% ആളുകൾ മലയാളം അറിഞ്ഞുകൂടാത്ത ആളുകളാണ്. അവർ സബ് ടൈറ്റിൽ നോക്കി അപ്പം അതിൻ്റെ ഹ്യൂമറും ന്യൂവാൻസസ് ഒക്കെ മിസ്സാവും. എന്നിട്ട് അവർക്ക് സിനിമ ഇഷ്ടമായി. പക്ഷേ എക്സൈറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്ത ആളുകൾ കണ്ട ഒരു ഭയങ്കര രസമുള്ള സ്ക്രീനിങ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികൾ കണ്ടപ്പോഴായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വിനീത് ചേട്ടൻ ആ ഒരു ക്രൂവിന്റെ ഒപ്പമുള്ള ഒരാളാണ്. ഇപ്പൊ ഷാജൻ ചേട്ടനും സെറീനയാണ് ഓഡീഷനിലൂടെ വന്നത്. ഷാജൻ ചേട്ടൻ അല്ലാതെ ഇപ്പോ പുള്ളിക്ക് അധികം യൂസ്ഡ് അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, റിഹേഴ്സലുകള് അങ്ങനെയൊക്കെ കൊടുത്തൊരു സംഭവമായിരുന്നു. സോ ഈ പറഞ്ഞ പോലെ ഈ ഒരുപാട് വർഷം എനിക്ക് ആ ഷോർട്ട് ഫിലിമിലൊക്കെ ഇതിനകത്ത് പലരും മുഖം കാണിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമുകൾ കുറച്ച് ചെറുതായിട്ടൊക്കെ. അപ്പോ
ഒരു ഫാമിലിയിലേക്ക് 2 അഡീഷൻസ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ വ്യത്യാസം അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവും? അതായത് ഷാജൻ ചേട്ടനും ഷാൻ ചേട്ടനും സെറീനയും കൂടെ വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ കാസ്റ്റ്. ബാക്കി എല്ലാവരും ഈ പറഞ്ഞ പോലെ കുടുംബം പോലെ വർഷങ്ങളായിട്ട് അറിയാം, 10-20 വർഷമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാകുമ്പോൾ ഈ വരുന്നവർ അതിന്റെ ഭാഗമാവണം. ഈ വരുന്നവർ വന്നിട്ട് ഇതിന്റെ ഡൈനാമിക്സ് ഉടച്ചു കളയരുത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആക്കരുത്. അപ്പൊ അങ്ങനത്തെ രണ്ടുപേരും മാത്രമല്ല അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആ പെൺകുട്ടിയുടെ. സെറിന്റെ ക്യാരക്ടർ ആണെങ്കിലും, അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും, ഹരി എന്ന് പറഞ്ഞ ഷാജൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും. അപ്പം ഞാനിങ്ങനെ വിനയുടെ അടുത്ത് നമുക്ക് ആ ഹരിയുടെ ക്യാരക്ടർ ആര് ചെയ്യാം, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആരെന്ന് പറഞ്ഞാൽ ഞാനൊരു 3-4 ഓപ്ഷൻ എടുത്തപ്പോൾ വിനയ് എന്നെ കൊണ്ട് നിർബന്ധമായിട്ടും പറഞ്ഞത് ഷാജൻ ചേട്ടൻ. വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ പറഞ്ഞ നിനക്ക് വേണ്ട പോലെ, നീ വിചാരിക്കുന്ന പോലെ, നമ്മളൊക്കെ കൂടെ നിൽക്കുന്ന പോലെ നിന്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഷാജൻ ചേട്ടൻ അത്രയും പാഷനേറ്റ് ആയിട്ട് അഭിനയത്തോട് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ ആണ് ഷാജൻ ചേട്ടൻ്റെ അടുത്ത് പോയി കഥ പറയുന്നതും ഇതായിട്ടും. സെറിൻ ഓഡിഷനിലൂടെ വന്നതാണ്. ഇപ്പോൾ സെറിൻ്റെ അടുത്ത് സെറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സെറിൻ്റെ അടുത്ത് പറഞ്ഞു, സെറിനെ നമ്മുടെ കൂടെ റിഹേഴ്സലിൽ നിൽക്കണം. സിനിമയിലെ കഥാപാത്രം 16 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലുള്ള നാടക സംഘത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ഇവരെ നിങ്ങൾ ഇവരുമായിട്ട് അടുപ്പം ഉണ്ടാവണമെങ്കിൽ അപ്പോൾ സെറിൻ വന്നിട്ട് 1 മാസം ഞങ്ങളുടെ കൂടെ നിന്നു, ഈ റിഹേഴ്സലിന് കൂടെ നിന്നു. അപ്പൊ അങ്ങനെ ഇതുമായിട്ട് ചേർന്ന് വന്നു ഇവര് രണ്ടുപേരും. പക്ഷെ ഷാജൻ ചേട്ടന് തോന്നാൻ കാരണം എന്താ ശരിക്കും? നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഞങ്ങള് ഉറുമ്പോളുറങ്ങാറുണ്ട് അതിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കുറെ ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യാൻ, ഒരുമിച്ച് ട്രാവൽ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് ഷാജുൻ ചേട്ടൻ വന്നിട്ട് ഇപ്പൊ 25-ാമത്തെ വർഷം, അടുത്ത വർഷം. അപ്പോ ഈ മനുഷ്യൻ ഇപ്പോഴും ഭയങ്കര ലേണറാണ്, ഭയങ്കര ക്യൂരിയസ് ആണ്, ഭയങ്കര ഗ്രൗണ്ടഡാ, ഭയങ്കര ഡൗൺ ടു എർത്താ. ഇപ്പൊ നമ്മളോട്, ഞാൻ പുള്ളിനെ കമ്പയർ, ഞാൻ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ നമ്മളോട് സംസാരിക്കുമ്പോൾ കൂടി പുള്ളി എല്ലാവരോടും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ലേണർ ഉണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ ഞങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പറ്റം ആക്ടേഴ്സ് ആണ്. എനിക്ക് എൻ്റെ ചേട്ടന്മാരെയും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെയൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം ഇവരുടെ ഒരു ബാലൻസ് ഉണ്ട്, ഇതിന് ഒരു തരത്തിലും തകർക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു പുറത്തുനിന്നൊരു ഒരു സ്റ്റാർഡം ക്യാരി ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കരുതല്ലോ. അപ്പം എനിക്ക് ഷാജുൻ ചേട്ടൻ്റെ കാര്യത്തിൽ 100% ഉറപ്പായിരുന്നു. ഇവിടെ നമ്മുടെ പോലത്തെ ഒരു സിനിമയിലേക്ക് പുള്ളി ഇൻക്ലൂഡഡ് ആയി, അല്ലെങ്കിൽ പുള്ളി സൂപ്പർ ഹാപ്പിയാണ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തതിൽ. അപ്പം അങ്ങനെ ഷാജുൻ ചേട്ടൻ ബേസിക്കലി ഇതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് അദ്ദേഹം ഭയങ്കര ഗംഭീര നടനാണ്. ഈ ഷാജുൻ ചേട്ടൻ ചെയ്ത വേഷങ്ങൾ വെച്ചാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് ഇതിലെ ഹരി എന്ന കഥാപാത്രം. ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന് ഒരു ഭയങ്കര സോൾ ഉണ്ട് ആ ക്യാരക്ടറിന്. അത് തന്നെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇറങ്ങി കഴിയുമ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മേ ബി പൊതുവെ ഒരു ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും അവരെ ലൈവിലായിട്ട് നിർത്തുന്നത് പ്രതീക്ഷകളാണ്. നല്ല സിനിമകൾ കിട്ടുക, അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇതിലെല്ലാവർക്കും അത്തരം ഒരു പ്രതീക്ഷയുടെ പുറത്താണ് അവർ എന്നെങ്കിലും ഒരിക്കൽ എന്തെങ്കിലും ഒരു സക്സസ് ആവും, എന്തെങ്കിലും ഒരു നല്ല കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ വിനയ് ഫോർട്ട് ആസ് എൻ ആക്ടർ നോക്കുമ്പോൾ എങ്ങനെയാ പ്രതീക്ഷകൾ ഡെയിലി മുമ്പോട്ട് കൊണ്ടുപോകുക? എൻ്റെ പ്രതീക്ഷയുണ്ടല്ലോ, പല ആളുകളും എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ ഞാൻ ഇതിൽ ഒരു വ്യക്തി എന്നുള്ള തരത്തിലോ ഒരു നടൻ എന്നുള്ള തരത്തിലോ അല്ല. ഞങ്ങൾ നാടക പ്രവർത്തകരായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാടകം ചെയ്യുമ്പോൾ പലപ്പോഴും നാടകം നന്നാകുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സിനിമ നന്നാകുക, എൻ്റെ അപ്പുറത്തേക്ക് നമ്മളെന്ന് പറയുന്ന ഒരു നടൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. എനിക്ക് ആട്ടം എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. എനിക്ക് സിനിമ ഗംഭീരമാവണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. സിനിമ ഗംഭീരമാവുക, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, അവർക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവുക. അവർ ഈ പറയുന്ന പോലെ ഇപ്പോഴും ലോഡിങ് അൺലോഡിങ് പരിപാടിയും അല്ലെങ്കിൽ മറ്റേ പച്ചക്കറി വിൽപ്പനയും ടൈൽ പണിയൊക്കെ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള എന്നാൽ നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ അവർക്ക് ഒരു ആക്ടർ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവുക, അവർക്കൊരു ആർട്ട് ലൈഫ് ഉണ്ടാവുക, അവർക്ക് അപ്പോൾ അത്തരം ആലോചനകളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സിനിമ ഇപ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഗുഡ് വില്ലും അല്ലെങ്കിൽ സിനിമ ഗംഭീര സിനിമ എന്നുള്ള പേര് എല്ലായിടത്തും എത്തിക്കാൻ പറ്റി. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ വന്ന് ഈ സിനിമ ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ കണ്ട് ഈ സിനിമ ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് ആകുമ്പോഴാണ് നമ്മളെ വിശ്വസിച്ച്, അതായത് ഈ പറയുന്ന 10 ആളുകളെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര ആളുകളെ പ്രധാന കഥാപാത്രമായിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തന്നു നമ്മളുടെ കൂടെ ഈ നിമിഷം വരെ ട്രാവൽ ചെയ്തതിൻ്റെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, ഡോക്ടർ അജിജോയ്. അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ എല്ലാവരുടെ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു ഗംഭീര സിനിമയായി വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രൗഡാണ് നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്തു എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് തിയേറ്ററിക്കൽ ഹിറ്റാക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മളെടുത്ത ഡിസിഷനാണ്. അതായത്
ഇത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സസ്പെൻസ് ക്രൈം ഡ്രാമ ജോണറിലുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പറ്റം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയല്ല, ഇത് മാസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. എല്ലാത്തരം ആളുകളെയും അപ്പീൽ ചെയ്യുന്ന, എല്ലാത്തരം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന സിനിമയാകണം എന്നുള്ള തരത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഇത് അത്തരം ആളുകളിലേക്ക് എത്തിക്കുക, ഈ സിനിമ ഒരു കമേഴ്ഷ്യൽ ഹിറ്റാക്കുക, അതാണ് പ്രയോറിറ്റി. ഞാനെന്ന് പറയുന്ന വ്യക്തിയോ എൻ്റെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പം നമ്മൾ വേറെ പല സിനിമകളും ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ ഞങ്ങളൊരു ഏതാണ്ട് 1.5 വർഷത്തെ യാത്രയാണ് ഞങ്ങളുടെ. ഇതിൻ്റെ ഒരു പൂർണ്ണത വരുന്നത് തിയേറ്ററിലാണ്. ഇപ്പൊ ഈ ചില ആക്ടേഴ്സ് അപ്പൊ നേരിടുന്ന ഒരു പ്രശ്നം, ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് അറിയാം, അതായത് ഇപ്പൊ നല്ല സിനിമകൾ അല്ലെങ്കിൽ നല്ല പെർഫോമൻസുകൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെയായിരിക്കും അവർ ഓവർകം ചെയ്യുക? കാരണം അടുത്തൊരു സിനിമ മേ ബി പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വന്നണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അങ്ങനെ ആവണമെന്നില്ല. വൺ ടൈം വണ്ടേഴ്സ് ശരിക്കും ഫ്ലോപ്പ് ആകുമ്പോഴത്തേ അല്ലെങ്കിൽ വർക്ക് ആവാന്നാകുമ്പോൾ എന്തായിരിക്കും ഒരു ആക്ടറിന്റെ വൺ ടൈം വണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരിമിതിയാണ്. അപ്പം നിങ്ങൾ വൺ ടൈം മാത്രം വണ്ടർ ചെയ്യാനുള്ള അങ്ങനെ ബിൽട്ടാണെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. സിനിമകളും പെർഫോമൻസസും ഒന്നും നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് എന്താ, ഇപ്പോൾ ആനന്ദ് വിശ്വസിച്ച് എനിക്കൊരു കഥാപാത്രം തന്നു, എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ആ കഥാപാത്രം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുക, ഈ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, ഇത് രണ്ടും മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പറയുന്ന പോലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഗംഭീര സിനിമ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടില്ല, ഒരു ഗംഭീര കഥാപാത്രം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കഥാപാത്രത്തിലേക്ക് പോവുക, അതിലും നന്നായിട്ട് അഭിനയിക്കുക, അതിലും നല്ല സിനിമയുടെ ഭാഗവും അത് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ അയ്യോ എൻ്റെ സിനിമ വർക്കായില്ല, അത് ആളുകൾ കണ്ടില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ വേഷങ്ങളുണ്ടോ? ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഗോഡ്സെ എന്നൊരു സിനിമ, നമ്മൾ പണ്ട് ചെയ്തു. ഗോഡ്സെ എൻ്റെ അമ്മ കൂടി കണ്ടിട്ടില്ല. അപ്പൊ അത് കൊണ്ടിട്ട് അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ബിസിനസ്സിലാണ്. അപ്പോൾ നമ്മൾ അത് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ സിനിമ ഇപ്പൊ ഇതിലൊരു ഭയങ്കരമായിട്ടുള്ള ഹാർട്ട്ഫുൾ പോർഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡൈനിങ് ടേബിൾ പോർഷനാണ്. സോ അതിനു വേണ്ടി എത്രത്തോളം പേഴ്സണലി വർക്ക് ചെയ്തിട്ടുണ്ട്? കാരണം അതാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു പോർഷൻ. അവിടെ ലൈവ്ലി ആക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ ആസ് എ ഡയറക്ടർ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആസ് എ റൈറ്റർ ഉണ്ടായിട്ടുണ്ട്? ആക്ച്വലി ഈ സ്ക്രീൻ പ്ലേയുടെ ഒക്കെ എന്താ പറയുന്ന ആശാന്മാർ പറയുന്ന ഒരു കാര്യം വെച്ചും കഴിവതും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഡൈനിങ് ടേബിൾ സീക്വൻസസ്. ഏറ്റവും ബോറിംഗ് ആയി പോകാനും ഏറ്റവും പ്രശ്നകരമായി പോകാനും തോന്നുന്നത്. അപ്പം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അവിടെ നമ്മുടെ ചലഞ്ചും നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റും അതായിരുന്നു. എത്രത്തോളം അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമോ, എത്രത്തോളം അവിടെ പല പല തരം സ്വഭാവമുള്ള ആൾക്കാരും പല ഉദ്ദേശങ്ങളുള്ള ആൾക്കാരും ഇരിക്കുമ്പോൾ അതൊരു ആക്ഷൻ ഫിലിമിൻ്റെ സ്വഭാവത്തിലേക്ക് മാറും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് അപ്പം പക്ഷെ ഈ പറഞ്ഞ പോലെ പിന്നെ അത് അങ്ങനെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാണുന്ന ആൾ അവിടെ ആ മേശയിൽ ഒരാളായിട്ട് വന്നിരുന്നാൽ നമ്മൾ സക്സസ്ഫുള്ളാണ്. അതൊരു ചലഞ്ചായിരുന്നു, പക്ഷേ അത് ഹോപ്പ്ഫുള്ളി സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹരി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഭയങ്കര ആർക്കായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. കാരണം അതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രാമയിലെ നായകനാണ്. എല്ലാവരായിട്ടും ഒരു റിലേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, എന്നാൽ ചിലവരായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ഡിഫറെന്റ്, അതായത് ഒരു ആർട്ടിസ്റ്റ് കടന്നു പോകുന്ന എല്ലാ ഇമോഷൻസിലും ഹരി പോകുന്നുണ്ട്. ശരിക്കും ഹരി ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. കാരണം ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പോർഷനിലും നമ്മൾ മിസ്ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാത്തൊരു ക്യാരക്ടർ. ഇപ്പോൾ അദ്ദേഹം ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ സിനിമയിൽ, ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. ശരിക്കും അത് ഒരു ആർട്ടിസ്റ്റും റിയൽ ലൈഫിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനാണ്. സോ അങ്ങനെ ശരിക്കും സംഭവിച്ചിട്ടുണ്ടോ റിയൽ ലൈഫിൽ ഈ പറഞ്ഞ ഹരി കടന്നു പോകുന്ന അല്ലെങ്കിൽ ഹരി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെ? എക്സാക്ട്ലി സെയിം അല്ല, പക്ഷെ എങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എല്ലാ ആക്ടേഴ്സും അതിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു ഐഡിയ വിടുന്നായിരുന്നു. കാരണം നമ്മളങ്ങനെ കേട്ടറിവുണ്ടെങ്കിലും സിനിമയിലേക്ക് നമ്മളധികം കാണാത്ത, എന്നാൽ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൊരു സംഭവമാണല്ലോ ആ ഒരു സീക്വൻസ്. അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അല്ല. ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ നിന്നോ ഒന്നും നമ്മൾ പടം ഇൻസ്പയർഡ് അല്ല, അങ്ങനല്ല. കാരണം ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഉണ്ടാകുന്ന ഒരു കാസ്റ്റാണ്. 11 പേർ, വിനയ് പറയുന്നു 11 പേർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യുന്നു. അപ്പം പിന്നീട് ഒരു നായിക വരുന്നു. അപ്പം നമ്മൾ ആലോചിച്ചത് ഈ ഒരു കൂട്ടം ആളുകളും ഒരു വ്യക്തിയും. അപ്പം ഈ ആ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു ക്രൈം ഡ്രാമ നമുക്ക് ചെയ്യണം. അപ്പം എങ്ങനെ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രൈം എടുത്തിട്ട് അതിനെ എങ്ങനെ സിനിമാറ്റിക് ആയിട്ട് പറയാത്ത വശങ്ങൾ എങ്ങനെ പറയാം, പല പല വശങ്ങൾ എങ്ങനെ പറയാം, ഓരോരുത്തർക്കും ഓരോ സിനിമ എങ്ങനെ അതിൽ നിന്ന്
കാണാൻ പറ്റും എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഈ ഐഡിയ വരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിനകത്തൊരു വിനയ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇയാള് ചില പോയിന്റ് ഭയങ്കരമായിട്ടുള്ള മൂഡിലൂടെ കടന്നു പോകുന്നെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇയാള് സെൽഫിഷ് ആവുന്നുണ്ട് അവിടെ. സോ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അയാൾ ഭയങ്കര സെൽഫിഷ് ആണെന്നുള്ളൊരു സൊസൈറ്റി പെർസെപ്ഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ഫേസ് അല്ലെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ സെൽഫ് ഒബ്സഷൻ ഉണ്ടാവും. ശരിക്കും സ്റ്റാർസിന് അത് ആക്ടേഴ്സ് പൊതുവെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു തോട്ട് തന്നെ ഉണ്ടാകുന്നത് നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് വേണം എന്നുള്ള ആണല്ലോ. അതായത് എന്നെ കാണുമെന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ബേസ് ആണല്ലോ. അപ്പോൾ ആക്ടേഴ്സിൽ ഈ സെൽഫ് ഒബ്സഷൻ വളരെ കൂടുതലാണ്. അതിന്റെ ഭാഗം മാത്രമാണ്. അത് വേറൊരാൾക്ക് ഉപദ്രവം ഇല്ലാത്തിടത്തോളം കാലം അത് ഓക്കെയാണ്. നിങ്ങൾ രണ്ടുപേരും ശരിക്കും എന്താ മീറ്റ് ചെയ്ത്? ഞാൻ ലോകധർമ്മി എന്ന് പറഞ്ഞ നാടക സംഘത്തിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് 2006 2006 ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ആ നാടക സംഘത്തിലെ എക്സിസ്റ്റിംഗ് ആക്ടറാണ് പിന്നെ. 2006 മുതൽ ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഒരേ തിയേറ്റർ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരേ ആക്ടേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ശരി, ആ നാടകത്തിന്റെ ഒക്കെ ഗ്ലിംസ് ആണ് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുന്ന പോർട്ട്ഫോളിയോയിലുള്ള? അതിലെ കാര്യമായിട്ടില്ല തോന്നുന്നു. അത് പോർട്ട്ഫോളിയോയില് അതിലെ കാര്യമായിട്ടില്ല. ഇപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പഴയ നാടകത്തിലെ സീൻസൊക്കെ ചിലപ്പോൾ വിട്ടുവന്നിരിക്കാം. എൻ്റെ പോർട്ട്ഫോളിയോയിലില്ല കാര്യമായിട്ട്. ആ ടൈമിന് ഇങ്ങനെ ഷൂട്ടിങ് അത്ര പോപ്പുലർ അല്ല, മൊബൈലൊന്നും ഇത്ര ക്ലാരിറ്റിയിലൊന്നും ഇല്ലല്ലോ. ശരി, അന്നത്തെ വിനയ് ഫോർട്ട് എങ്ങനെയായിരുന്നു? ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ആക്ടർ വിനയ് ഫോർട്ട്, അന്നത്തെ വിനയ് ഫോർട്ട്? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സ്റ്റേജിൽ അസാധ്യ പ്രസൻസ് ഉള്ള, നാടകത്തിൽ സ്റ്റേജിൽ വിനയന് ഭയങ്കര പ്രസൻസാണ്. ആസ് എൻ ആക്ടർ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തിയേറ്ററൊക്കെ ക്ലാസിക്കൽ തിയേറ്റർ, കർണഭാരം പോലൊരു നാടകം ആയിരുന്നു. അപ്പം അങ്ങനത്തെ പ്ലേയിൽ ഏറ്റവും മോശം നടനായിരുന്നു ഞാൻ. പക്ഷെ അതിലേക്ക് ഏറ്റവും ഗംഭീരമായിട്ട് ഗ്രേസ്ഫുൾ ആയിട്ട്, കാരണം ഫിസിക്കൽ തിയേറ്ററും ബോഡി തിയേറ്ററും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് വിനയ്. അപ്പം അന്ന് തന്നെ പിന്നെ വിനയനെ ബാക്കിയുള്ളവരിൽ നിന്ന് എനിക്ക് അന്നും തോന്നിയിരുന്ന കാര്യം, വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിന്നിരുന്നൊരു കാര്യം, വിനയുടെ ഒരു ഡ്രൈവാണ്. ഇങ്ങനെ മുകളിലെത്തണം, അഭിനയത്തിൽ പെർസ്യൂ ചെയ്യണം, അത് നന്നായി പഠിക്കണം, അങ്ങനെ ആ ഒരു ഡ്രൈവും ഫയറും അതിഭീകരമാണ്. അത് പിന്നെ ഒടുക്കത്തെ കോൺഫിഡൻസും ഒരു പാഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് വേറെ പണിക്കൊന്നും സെറ്റ് ആവില്ല, വേറെ പണിയൊന്നും വർക്ക് ആവില്ല, ഇപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഇതാണെന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ പല കാര്യങ്ങളും വരുന്നതാണല്ലോ. വിനയനൊക്കെ ചെറുതായിട്ടെങ്കിലും ഒക്കെ അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയ അവന്റെ അവസാനമാണ്. നിരുത്സാഹപ്പെടുത്തല്ല, ഞാൻ പൊതുവെ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുന്ന ആളായതിന്റെ ഒരു അപകടമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇപ്പൊ ഭയങ്കര കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നന്നായിട്ട് എടുക്കും. ചില ആളുകൾ മനഃപൂർവ്വം ഉണ്ടല്ലോ, മനഃപൂർവ്വം ഇപ്പൊ സിനിമയൊന്നും ഇല്ലല്ലേ എന്നൊക്കെ ചോദിക്കും വെറുതെ. ചിലപ്പോ അതിന്റെ പിറകെ പോസ്റ്റർ ഉണ്ടാവും. ഇപ്പോഴും ചോദിക്കും. ഇപ്പോഴോ മിനിയാന്ന് ഒരു ചേട്ടൻ ചോദിച്ചു, മിനിയാന്നൂടെ ഒരു ചേട്ടൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ റോട്ടിൽ നിൽക്കുമ്പോൾ ഇപ്പൊ സിനിമയൊന്നും ഇല്ലല്ലോ. ഞാൻ ആ ചേട്ടാ സിനിമയൊന്നുമില്ല, വെറുതെ അടക്കാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പോയി കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി വീണ്ടും വന്നിട്ട് എന്നോട് പറഞ്ഞു, പേരെനിക്ക് മനസ്സിലായിരുന്നില്ല എന്നെന്തോ. ഞാൻ ചേട്ടൻ എന്ത് ജോലി ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഞാൻ സ്ഥലക്കച്ചവടം. ഞാൻ ചേട്ടാ സ്ഥലക്കച്ചവടം ഒന്നുമില്ല, വെറുതെ അടക്കാമല്ലോ എന്ന് ചോദിച്ചു. പുള്ളി അല്ല ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അത് തന്നെ എൻ്റെ അവസ്ഥ, ഞാൻ ചെയ്യുന്നുണ്ട് അത്. അപ്പോൾ ഒരാളോട് സിനിമ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഏത് സിനിമയാണ് നടക്കുന്നത്, അതല്ല എൻ്റെ രീതി, അങ്ങനെയല്ല ചോദിക്കണ്ടേ എന്ന് ചോദിച്ചു ഞാൻ. എന്നാ അങ്ങനെ വെറുതെ നമ്മളെ മാന്തിയാലും 2 മാന്ത് തിരികെ കൊടുക്കും, വേറെ കുഴപ്പമില്ല. ഈ ഫയറാണ് അന്നും ഇന്നും എന്നും. പിന്നെ അത് വേണം. ഈ അന്നത്തെ എനിക്ക് തോന്നുന്നു അന്ന് പേര് മാറ്റിയിട്ടില്ല. അന്ന് ഈ ആക്ട്രസ് ബെസ്റ്റ് എങ്ങനെയായിരുന്നു? ഇവൻ നല്ല ആക്ടറായിരുന്നു. ഇവൻ ഈ പറയുന്ന പോലെ ഈ സ്കൂൾ തിയേറ്ററിലൊക്കെ നമ്മളുടെ ഇത് ആട്ടത്തിൽ അഭിനയിച്ച സുധീരേട്ടനുണ്ട്. അപ്പൊ സുധീരേട്ടന്റെ ശിഷ്യനായിരുന്നു. സുധീരേട്ടനായിരുന്നു ഇവരെ നാടകം പഠിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ആ ഒരു ടീമിൽ ഇപ്പൊ ഞങ്ങളുടെ പടത്തിന്റെ പൂജ ഉണ്ടായിരുന്നു. അപ്പൊ പൂജ ഉണ്ടായിരുന്നപ്പോ ആനന്ദിന്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ പൂജയിൽ ഒരു 150 50 പേര് എത്ര പേരുണ്ടായി. അപ്പോ എല്ലാവരോടും, അമ്മക്ക് പരിചയമുള്ള എല്ലാവരോടും, എന്റെ ഭാര്യനെ ആദ്യമായിട്ട് കണ്ട മറ്റേ എന്റെ ഭാര്യനോട് അടക്കം പറഞ്ഞു, അത് എല്ലാ ഹൈസ്കൂൾ കോമ്പറ്റീഷനിലും ഇവൻ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ ഇപ്പൊ നാടകത്തിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇപ്പൊ ഈ പടം കണ്ട ഇപ്പൊ സെൽവൻ ചേട്ടൻ കേരളത്തിലെ ഏറ്റവും
ഏറ്റവും നല്ല നാടക നടന്മാരിൽ പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഫിസിക്കൽ തിയേറ്ററൊക്കെ സെൽവൻ ചേട്ടനൊക്കെ നല്ല ഗംഭീര സ്റ്റേജിൽ പാടും. ഈ സെൽവൻ ചേട്ടന് 62 വയസ്സുണ്ട്. അപ്പോൾ സെൽവൻ ചേട്ടൻ 50 വയസ്സുള്ളപ്പോഴുള്ള സെൽവൻ ചേട്ടൻ്റെ എനർജി വേറെ ലെവലാ. ഈ നമ്മൾ ഷോക്കേസ് ചെയ്തിട്ടുള്ള എല്ലാ നടന്മാരും ഓരോ തരത്തിൽ വേറെ കഴിവുള്ള ആളുകളാണ്. ഇപ്പൊ നിങ്ങൾ നന്ദനുണ്ണിനെ കണ്ടില്ല പടത്തില്? നന്ദനുണ്ണി ഈ സിനിമയിൽ അഭിനയിച്ച അത്ര മൈൻഡ് ബ്ലോയിങ് ആയിട്ട് വേറെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അജിൻ കണ്ടപ്പോ എന്ത് തോന്നി? നന്ദൻ ഭയങ്കര രസമുള്ള സിനിമയില്. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ ആളുകളും നല്ല ടാലന്റ് ഉള്ള ആളുകളാണ്. നമ്മൾ അതിനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം പറഞ്ഞല്ലോ, ഈ ഇത്ര നാളും സിനിമയിൽ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്താണ്? അത് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ എൻ്റെ ആക്സെന്റ് മാറ്റിയിട്ട് അഭിനയിക്കാറില്ല എന്ന് പറയും. ഞാൻ പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ, അത് മാറ്റിയിട്ട് അഭിനയിക്കാറില്ല. അത് സീരിയസ് ആയിട്ട് അത് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ ഇത്ര നാളും ആദ്യം അഭിനയം ഒന്ന് സെറ്റ് ആവണ്ടേ? ആദ്യം നടനായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യുക. ആദ്യം നിങ്ങളൊരു 4-5 എടുത്തു പറയുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ ഞാൻ എപ്പോഴും അഭിനയിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് അഭിനയിക്കാൻ പറ്റുക. അത് തന്നെ ഹിമാലയൻ ടാസ്ക് ആണ്. അപ്പൊ അതിന്റെ മുകളിൽ വേറൊരു ആക്സെന്റ് പിടിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിപ്പോ റൈറ്റ് ടൈമാണ്. ഇനി ഞാൻ ശ്രമിക്കും എൻ്റെതല്ലാത്ത. ഇപ്പൊ ഞാനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വടകരയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള. ആ സിനിമയിൽ ഞാൻ ആ വടകര ഭാഷ പ്രോപ്പറായിട്ട് പറയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ ഞാൻ അത് ശ്രമിക്കുന്നതായിരിക്കും. അത് ഞാൻ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ ഈ പറഞ്ഞ പെപ്സിയുടെ കോമ്പറ്റീഷൻ ആഡൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഈ പെപ്സി വെച്ചിട്ട് ആഡൊക്കെ. എനിക്ക് തോന്നുന്നു അന്നത്തെ ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ശരിക്കും പെപ്സിയുടെ ആഡാണെന്നാണ് വിചാരിച്ചത്. ഇപ്പൊ ഇങ്ങനത്തെയുള്ള ഷോർട്ട് ടൈമിൽ ഭയങ്കര ക്രിയേറ്റീവ് ഔട്ട്പുട്ട് കൊടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റേഷൻസ് നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സിനിമ പെട്ടെന്ന് തീർക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ദിവസം കൊണ്ട് തീർക്കാൻ, അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും വർക്കിംഗ്? അതനുസരിച്ച് മാറും, മൈൻഡ് സെറ്റ് മാറും അതനുസരിച്ച്? തീർച്ചയായിട്ടും. എപ്പോഴും എല്ലാ സെറ്റിലും എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടറിന് മാത്രമേ അറിയുള്ളൂ ഇത് എത്ര പെട്ടെന്ന് തീർക്കണം, എങ്ങനെ ഒരു നമ്പർ ഓഫ് കാര്യങ്ങൾ ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യേണ്ടി വരുമായിരിക്കും. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ പെപ്സിയുടെ ആഡ് എന്ന് പറയുന്നത് ആക്ച്വലി പെപ്സിയുടെ കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ അവരുടെ കോമ്പറ്റീഷൻ രാവിലെ വിഷയം തരും, വൈകുന്നേരത്തിനുള്ളിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ ഇന്നത് മതി എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അൽഫോൺസ് പുത്രൻ ഷെയർ ചെയ്തൊരു പോസ്റ്റ് ആയിരുന്നു, അതായത് ഒരു എഡിറ്റിംഗ് ടേബിളിൽ സിനിമ എത്രത്തോളം നമുക്ക് സിനിമ ഡെസ്റ്റിനി മാറ്റാൻ പറ്റും എന്നുള്ളത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഒരു നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഷൂട്ട് ചെയ്ത് അതൊക്കെ മെറ്റീരിയൽ കളക്ഷനാണ്. ഒരു എഡിറ്റിംഗ് ടേബിളിലാണ് ശരിക്കും ഒരു സിനിമയുടെ ഒരു ഭയങ്കര ഡെസ്റ്റിനി ഇരിക്കുന്നത് എന്നുള്ള സംഭവം. ഇത് എത്രമാത്രം അതിൽ വിശ്വാസമുണ്ട്? കാരണം പ്രേമമൊക്കെ അങ്ങനെ വന്നിട്ടുള്ള ഒരു വർക്കുകളൊന്നാണല്ലോ. കുറച്ചും കൂടി ടെക്നീഷ്യൻസ് ആൻസർ ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, അതൊരു ഫാക്റ്റ് ആണ്. എഡിറ്റിങ്ങിലാണ് സിനിമ ഉണ്ടാവുന്നത്. ഇപ്പം ലിറ്ററലി ഇപ്പം നമ്മൾ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് തുണിയുടെ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് കൊണ്ട് തുണിയാവുന്നില്ലല്ലോ. അത് സ്റ്റിച്ച് ചെയ്ത് ആ സ്റ്റിച്ചിങ് ആ ഡിസൈൻ ഉണ്ടാവുന്നത് എഡിറ്റിലാണ്. എഡിറ്റ് അറിയാത്തിടത്തോളം ഒരു ആള് ഫിലിം മേക്കർ ആവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. ഒരു എഡിറ്റ് അറിയാത്തിടത്തോളം അങ്ങനെ എഡിറ്റ് അറിയാതെ ഒരു ഫിലിം മേക്കർ ഉണ്ടെങ്കിൽ അതൊരു മേജർ കുറവായിട്ട് അയാൾക്ക് നിൽക്കും. എഡിറ്റാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് എഡിറ്റാണ്. എഡിറ്റിൽ ഈ പറഞ്ഞ പോലെ അൽഫോൻസ് ഒക്കെ പറയുന്ന പോലെ എഡിറ്റിൽ എന്തും ആവാം. സിനിമ ഒരു പരിധി വരെയൊക്കെ വളരെ മോശം ഫുട്ടേജിനെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാം, എല്ലാം ചെയ്യാം. ഒരു നല്ല സിനിമേനെ അസാമാന്യമായ സിനിമ ആക്കാനായിട്ട് എഡിറ്റിൽ പറ്റും. ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാത്രമാണ് ശരിക്കും ഉള്ളത്, വേറെ ആരും നമുക്ക് വേണ്ടി ചെയ്തു തരില്ല. ഒരു ആക്ടറിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ സെൽഫ് മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ പെർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടർ എന്നല്ല, ഇപ്പോൾ അജിനാണെങ്കിലും എനിക്കാണെങ്കിലും ആനന്ദനാണെങ്കിലും എല്ലാ ആളുകൾക്കും ഈ പറയുന്ന പോലെ നമ്മളൊരു ബ്രാൻഡ് ആവുക അല്ലെങ്കിൽ നമ്മളൊരു ഭയങ്കര വിൽക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമാകുക എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് സെൽഫ് മാർക്കറ്റിംഗ് വേണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു പണി നന്നായിട്ട് എടുക്കാൻ വേണം. ഇപ്പം നിങ്ങൾ ഒരു ഹോസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ആങ്കർ ആകുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് ആങ്കർ ചെയ്യുക, എന്നിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 60-40 പോലത്തെ ഒരു പരിപാടിയാണ്. നമ്മൾ
പണി ഒരു 60% എടുത്ത് 40% നമ്മൾ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ആട്ടം പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തേക്ക് എത്തുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല നല്ല രീതിയിൽ സിനിമ റെസ്പോൺസ്, ഈ പറഞ്ഞ പോലെ പ്രീ റിലീസ് പോസ്റ്റ് ഭയങ്കര എക്സൈറ്റ്. അത് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രീ റിലീസിന് മുമ്പ്, പ്രീ തിയേറ്റർ റിലീസിന് മുമ്പുള്ള ഒരു സ്വീകാര്യത ഉണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിലും. നല്ല ട്രെയിലർ എനിക്ക് തോന്നുന്നു 7 lakhs മുകളിൽ വ്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ. അതൊക്കെ എത്രത്തോളം ഭയങ്കര പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രൊമോഷന്റെ പരിപാടി അൺലെസ് ഒരു സൂപ്പർ സ്റ്റാർ പടം അല്ലെങ്കിൽ ഈ പല ഘടകങ്ങളാണ്. ഇപ്പൊ നമ്മൾ ബസ്സിൽ കൂടി പോകുമ്പോൾ നമ്മൾ ഇത് കണ്ടു, അവര് ശ്രദ്ധിച്ചു. പിന്നെ വീട്ടിൽ പോകുമ്പോൾ അവർ TV ഓൺ ചെയ്യുമ്പോൾ മറ്റേ ചിലപ്പോൾ യൂട്യൂബില് ആട്ടത്തിന്റെ ട്രയലർ കണ്ടു. അതിനുശേഷം അവർ TV നോക്കുമ്പോൾ ആട്ടത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ വരുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പരിപാടിയാണ്. ഇത് എന്താ ഇറങ്ങി നോക്കി, ഇത് കാണാട്ടോ എന്ന് അവർ മനസ്സിൽ നോട്ട് ചെയ്തിരുന്നത്. ഇതിപ്പോ ആട്ടം ഗംഭീര സിനിമയാണ്, അല്ലെങ്കിൽ ഒരു ആട്ടം ഞാൻ നേരത്തെ പറയുന്ന പോലെ 500 പേരാണ് 500 പേർക്ക് മറുകാവുന്ന സിനിമയാണ്. പക്ഷെ ആട്ടം എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററുകളിൽ 5-ാം തീയതി മുതൽ ഉണ്ട്, അവൈലബിൾ ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ആളുകൾ ഈ പറയുന്ന പോലെ ഇനീഷ്യൽ ഡേയ്സിൽ വന്ന് പടം കണ്ടു കഴിഞ്ഞാലല്ലേ മൗത്ത് പബ്ലിസിറ്റി നടക്കുള്ളൂ. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ നമ്മൾ ചെയ്യണം. ലൈക്ക് വെരി താങ്ക്ഫുൾ ടു ആ പ്രൊഡ്യൂസർ ഡോക്ടർ അജിത് ജോയ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഒരു സ്റ്റാറുള്ള ഒരു സിനിമ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആ ഒരു തരത്തിലാണ് അദ്ദേഹം ഈ സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഈ സിനിമയുടെ ഇവൻ നമ്മൾ ഒരുമിച്ച് പോയിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. അന്ന് നീ ഒരു വൈറ്റ് ഷർട്ട് ആയിരുന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോ ഞങ്ങള് അദ്ദേഹത്തെ കണ്ടു. പുള്ളി പടം ചെയ്യാന്ന് പുള്ളി വാക്ക് തന്നത് മുതൽ ഈ നിമിഷം വരെ പുള്ളിയുടെ സപ്പോർട്ട് ഇമ്മൻസ് ആണ്. അതായത് നമ്മള് ഒരു വലിയ കമേഴ്ഷ്യൽ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്കെയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതായത് മൾട്ടി ക്യാം 10-11 ആക്ടേഴ്സ് അറ്റ് എ ടൈം സംസാരിക്കുമ്പോൾ ആ 10-35,000 രൂപയുടെ ലേപ്പിൾ സിംഗ് സൗണ്ടിന് 10-35,000 രൂപ ചെലവുണ്ട് ഒരു ദിവസം. അങ്ങനെ ഞങ്ങൾക്ക് സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് കാണുന്ന എല്ലാ സ്ഥാനത്തിനും നമ്മൾ ചോദിച്ചത് മുഴുവൻ തന്നു. ഈ നിമിഷം ഇത്ര ഇപ്പൊ ആട്ടം പോലെയുള്ള ഒരു സിനിമക്ക് ഈ പറയുന്ന പോലെ ഇത്ര അധികം പോസ്റ്റേഴ്സും ഫ്ലെക്സും, അപ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന പോലെ ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ബിഫോർ ഈ കൺക്ലൂഡ് കുറച്ച് ഓഫ് ടോപ്പിക് ആണ്, എന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യയുടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഇന്നലെ, അനൗൺസ് ചെയ്തിട്ട്. സോ എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട്? കാരണം യുവർ ഫ്രണ്ട് ഡെഫിനറ്റ്ലി ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു മറ്റേ ഡിജോയുടെ ദുബായിൽ തുടങ്ങിയത്. അപ്പോൾ ഡിജോ ആയാലും സുദീപ് ആയാലും അല്ലെങ്കിൽ നിവിനും ഞാനും കൂടെ പറയുന്ന 10-60 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. എന്നെ അതിൽ നിന്ന് എന്തോ ഒരു ചെറിയൊരു ക്യാമിയോ ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറെ സിനിമയുടെ തിരക്കുകളായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്ക് ഉണ്ട്, അതായത് ഹീസ് ബാക്ക് ഇൻ ഹിസ് ഓൺ എന്നാണ്. അപ്പോ അതും ഈ പറഞ്ഞ ഒരു എക്സ് ഫാക്ടർ ആണ് അതിന്റെ ഒരു. പിന്നെ എനിക്കൊന്നും ഈ സ്റ്റാർസിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാള് നിവിൻ പോളിയായിരിക്കും. നിവിൻ പോളി തന്നെ കുറെ സിനിമകളിൽ നടന്നതും ഈവൻ ബോസിൽ ഞാൻ എത്തുന്നതും, അല്ലെങ്കിൽ അങ്ങനെ റാമായിട്ട് മീറ്റിംഗ് സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മളുടെ പേരുകൾ പറയുകയും, അല്ലെങ്കിൽ ആസ് എൻ ആക്ടേഴ്സ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട് അങ്ങനെ. അപ്പൊ അത് നിവിന്റെ അങ്ങനെ ഒരു സിനിമ വരുന്നു എന്ന് പറയുന്നതിൽ ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതേ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ജനുവരി 5-നാണ് ആട്ടം റിലീസാവുക. ഇപ്പോൾ ഇത്രത്തോളം കിട്ടിയിട്ടുള്ള റെസ്പോൺസ് ഭയങ്കര അടിപൊളിയാണ്. ചിത്രം കാണേണ്ടവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. അപ്പോൾ തിയേറ്ററിലേക്ക് എല്ലാവരും കാണാൻ വരിക. ആട്ടം ഒരു വലിയ വിജയമാകട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.